Boche Gold and Diamonds. Buy now, pay later. ധീര രക്തസാക്ഷികളായ ജവാന്മാർക്കായി ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം യുദ്ധസ്മാരകം പണിയുന്നു. സ്മാരകം നിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലം വിട്ടു നൽകും. യുആർ പ്രദീപ് MLA പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ അനുവദിച്ചു. യുദ്ധസ്മാരകത്തിന്റെ നിർമ്മാണം ശനിയാഴ്ച രാവിലെ 9 മണിക്ക് MLA ഉദ്ഘാടനം ചെയ്യും. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിന്റെ ആവശ്യം അംഗീകരിച്ചതായി നേതാക്കൾ അവകാശപ്പെട്ടു. രാധാകൃഷ്ണൻ മുണ്ടനാട്, KT രാജശേഖരൻ, K ശശികുമാർ, MV രവികുമാർ തുടങ്ങിയവർ പറഞ്ഞു. വളത്തോൾ നഗറിലെ വിമുക്ത ഭടന്മാരുടെ ചിരകാല അഭിലാഷമായിട്ടുള്ള ഒരു യുദ്ധസ്മാരകം, ഒരു ധീരജവാൻ സ്മാരകത്തിൻ്റെ ഉദ്ഘാടനമാണ് നാളെ നടക്കാൻ പോകുന്നത്. ഇത് ആക്ച്വലി ചെറിയൊരു കാലഘട്ടം കൊണ്ട് നേടിയെടുത്ത ഒരു കാര്യമല്ല. 2006 മുതൽ ഞങ്ങളുടെ സീനിയേഴ്സായിട്ടുള്ള സ്വർഗീയ ഓണറി ക്യാപ്റ്റൻ ചന്ദ്രശേഖരൻ സാറ്, അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാമായിട്ടുള്ള ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ ഓണറി ക്യാപ്റ്റൻ ബാലകൃഷ്ണൻ സാറ്, അതുപോലെ തന്നെ നാട്ടിലെ തന്നെ പല പ്രമുഖരും അശ്രാന്ത പരിശ്രമം കൊണ്ട് നീണ്ട പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് ഇങ്ങനൊരു നേട്ടം കൈവരിക്കാൻ പറ്റിയത്. ഇത് ആക്ച്വലി കേന്ദ്ര ഗവൺമെൻറ്റിനും കേരള ഗവൺമെൻറ്റിനും പല പ്രാവശ്യം നമ്മൾ നിവേദനം കൊടുത്തിട്ടും നേരിട്ട് പോയി പല നേതാക്കന്മാരെ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയൊക്കെ നേരിട്ട് കണ്ടിട്ട് പോലും നടക്കാതിരുന്ന, ഇത്ര കാലമായിട്ട് നടക്കാതിരുന്നൊരു കാര്യം കഴിഞ്ഞ നവകേരള സദസ്സിൽ ഞങ്ങളിതിൻ്റെ നിവേദനം കൊടുത്തു. പിന്നെ അതിനുശേഷം മന്ത്രി റിയാസ് സാറുമായിട്ട് റെഗുലറായിട്ടുള്ള ബന്ധം ഇതിൻ്റെ പേരിലും, അതുപോലെ തന്നെ പഞ്ചായത്തിലെ നമ്മുടെ സുലൈമാൻ സാറും, അതുപോലെ തന്നെ ഷെയ്ഖ്, മുൻ പ്രസിഡന്റ് ഷെയ്ഖ്, ഇവരെല്ലാം ചേർന്നുകൊണ്ട് ഞങ്ങളെ കൂടെ നിന്നിട്ട് ഇത് നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങളെ കൂടെ നിന്ന് പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിങ്ങനൊരു നേട്ടം കൈവരിക്കാൻ പറ്റിയത്. ശരിക്കും പറഞ്ഞാൽ ഇത് എന്തിനാണ്, ഒരു സ്മാരകം എന്തിനാണെന്നുള്ളത് നമ്മുടെ നാട്ടിലെ ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമാണ്. വെറുതെ നമുക്കൊരു സ്മാരകം ഉണ്ടാക്കി ഭംഗിക്ക് വന്ന് ഒരു ഫോട്ടോ എടുത്ത് പോകേണ്ട ഒരു വസ്തുവല്ല ഒരു സ്മാരകം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഒരു യുദ്ധസ്മാരകം. ഞങ്ങൾ വിമുക്ത ഭടന്മാരുടെ ഒരു ഉത്തരവാദിത്തമാണ് ഇത് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. കാരണം ഞങ്ങൾക്കറിയാം എന്താണ് ബോർഡറിലുള്ള കഷ്ടപ്പാട്, എന്താണ് ഈ രാജ്യത്തിൻ്റെ സുരക്ഷയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളവരാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് എത്തിക്കണം. ഈ രാജ്യം എന്നുള്ളൊരു ഫീലിംഗ് ജനങ്ങൾക്ക് ഉണ്ടാവണം. ഇത് ഈ വിമുക്ത ഭടന്മാരും ഞങ്ങളെപ്പോലുള്ള ഞങ്ങളുടെ ഫാമിലീസും എല്ലാവരും ചെയ്യുന്ന കഷ്ടപ്പാടുകളും ഇന്നും നമ്മുടെ ബോർഡറിൽ നമ്മുടെ പട്ടാളക്കാർ കഷ്ടപ്പെടുന്നതും ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനൊരു ബോധം എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രതീകം എന്നുള്ള രീതിയിൽ ഒരു സ്മാരകം, അതുപോലെ തന്നെ നമ്മുടെ ഉയർന്നു വരുന്ന തലമുറ, നമ്മുടെ കുട്ടികൾ, സ്കൂളിൽ നിന്നുള്ള കുട്ടികളെല്ലാം ഇവിടെ ധാരാളം സ്റ്റഡി ടൂറിന് വരുന്നുണ്ട്. അവർക്ക് വരുന്ന സമയത്ത് അവർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഇതിനൊരു വോള് വരെ അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം അതിനകത്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും. അവർക്ക് സെൽഫായിട്ട് അത് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ നാടിന് വേണ്ടി അടുത്ത തലമുറയ്ക്ക് നമ്മുടെ രാജ്യത്തിനോടും അതുപോലെ തന്നെ പട്ടാളത്തിനോടും എല്ലാ തരത്തിലും ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു സ്മാരകത്തിന് പറ്റും. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.